ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്കുള്ള രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് ആയിരുന്നു. സ്ട്രക്ചേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ പോയിൻറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ കൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, വാട്ട് ഈസ് ഊപ്പ്? നിങ്ങൾ ഊപ്പ് എന്ന് കേട്ടിട്ടുണ്ടാവും. OOP, ഊപ്പ്. ഊപ്പ് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, എന്താ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് is a new way of organizing and developing programs. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പുതിയ മെത്തേഡാണ്. ഇറ്റ് ഈസ് എ ന്യൂ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് ഡെവലപ്പിംഗ് പ്രോഗ്രാംസ്. ഓക്കെ, C++ is a language. C++ is a language which supports this object oriented programming concepts. C++ is a language which supports this object-oriented programming concepts. Okay, OOP was discovered. Object-oriented programming was discovered because limitations were found. Limitations were found in procedure-oriented programming. In POP. POP means എന്താണ്? Procedure-oriented programming. Okay, procedure ഓറിയൻറ്റഡ് പ്രോഗ്രാം. ഓക്കെ, അതായത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ചില ലിമിറ്റേഷൻസ് കണ്ടപ്പോഴാണ് എന്ത് വന്നത്? ഒരു പുതിയ പ്രോഗ്രാമിംഗ് മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ പുതിയ മെത്തേഡിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ദ ലാംഗ്വേജസ് ലൈക്ക് C, പാസ്കൽ, ഫോർട്രാൻ, അതുപോലെ കോബോൾ, ഇതൊക്കെ എന്താണ്? പ്രൊസീജറൽ ലാംഗ്വേജസ് ആണ്. ഇതെല്ലാം എന്താണ്? പ്രൊസീജറൽ ലാംഗ്വേജസ് ആണ്. C++ എന്താണ്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് C++. ഓക്കെ, ഇനി in procedure oriented program, before discussing the concepts of object oriented programming, first of all we have to discuss what are the limitations. What are the limitations of procedure oriented programming? Procedure oriented programming ഉണ്ടായിരുന്ന ലിമിറ്റേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ട് 2 ലിമിറ്റേഷനാണ് പറയുന്നത്. 2 ലിമിറ്റേഷൻ. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ, the first limitation is in procedure oriented programming there is no data security. There is no data security. ഇതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. ഏതിലുള്ളത്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? there is no data security. data is not secured. എന്തുകൊണ്ടാണ് data is not secured എന്ന് പറയുന്നത്? that is, in procedure oriented programming, when the program becomes larger, program വലുതാകുമ്പോൾ we are dividing, okay, or writing all, when the program becomes larger, writing all the programs, അല്ലെങ്കിൽ writing all the instructions under a single program is very difficult to maintain. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പ്രോഗ്രാം വലുതാകുമ്പോൾ ആ എല്ലാ പ്രോഗ്രാമിൻ്റെ എല്ലാ കോഡുകളും ഒരൊറ്റ സെറ്റ് പ്രോഗ്രാമായിട്ട് എഴുതുന്നത് എന്താണ്? ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ ബ്രേക്കിംഗ് ഓർ വി ആർ dividing a large program. We are dividing a large program into small sub programs. ചെറിയ സബ് പ്രോഗ്രാമുകളാക്കി നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇങ്ങനത്തെ ചെറിയ സബ് പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊഡ്യൂൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഈ ചെറിയ സബ് പ്രോഗ്രാമുകളെ. ഓക്കെ, അപ്പോൾ എന്താ? when the program becomes larger, writing all list of instructions under a single program is very difficult to maintain. So
what we are doing, we are breaking. നമ്മൾ മുറിക്കുക വലിയൊരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യും, വലിയൊരു പ്രോഗ്രാം ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ പ്രോഗ്രാമുകളാക്കി ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കലോത്സവം, നമ്മളൊരു സംസ്ഥാന കലോത്സവം, ജില്ലാ കലോത്സവമൊക്കെ നിങ്ങൾ നടക്കണ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്താ, ഓരോ ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യും, ഓരോ കമ്മിറ്റികളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫുഡ് ഒരു സെക്ഷൻ, അതുപോലെ പ്രോഗ്രാം ഒരു സെക്ഷൻ, അതുപോലെ ഫിനാൻഷ്യൽ സെക്ഷൻ, അങ്ങനെ ഓരോ മൊഡ്യൂളുകളാക്കി നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ്. അതുപോലെ തന്നെ ഹിയർ ഓൾസോ we are dividing a large program into small sub programs. അങ്ങനെ സബ് പ്രോഗ്രാമുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊഡ്യൂൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി when the programs are implemented using functions, some of the important data items should be declared as global. എന്താ ഗ്ലോബൽ? നിങ്ങൾ അറിയുന്നുണ്ടോ? ഗ്ലോബൽ വേരിയബിൾ ഒക്കെ അറിയുന്നുണ്ടോ? എന്താ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലോബൽ വേരിയബിൾ ആർ ദ വേരിയബിൾസ് വിച്ച് ആർ ഡിക്ലയേർഡ് ഔട്ട്സൈഡ് ഓഫ് ഓൾ ദ ഫംഗ്ഷൻസ്. എല്ലാ ഫംഗ്ഷനും പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനാണ് എന്ത് പറയുന്നത്, ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വേരിയബിളിന്റെ പ്രത്യേകത എന്താ? These global variables can be accessed by all the functions in the program. എല്ലാ ഫംഗ്ഷനും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗ്ലോബൽ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. Okay, so in a multi-function program, multi-function എന്ന് പറഞ്ഞാൽ കുറേ ഫംഗ്ഷൻ ഉള്ള ഒരു പ്രോഗ്രാമിൽ, in a multi-function program, it is very difficult to identify what data is modified by which function. ഏത് ഡാറ്റനെ ഏത് ഫംഗ്ഷനാണ്, ഏത് ഗ്ലോബൽ ഡാറ്റനെ ഏത് ഫംഗ്ഷനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മോഡിഫൈ ചെയ്തത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. Because global variable can be accessed by all the functions and each functions has its own local data. ഓരോ ഫംഗ്ഷനും എന്തുണ്ടാവും, അതിൻ്റെതായ ലോക്കൽ ഡാറ്റകൾ ഉണ്ടാവും. എന്താ ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ the variables which are declared inside a function. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനാണ് എന്ത് പറയുന്നത്, ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ലോക്കൽ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആ ഏത് ഫംഗ്ഷനിലാണോ ആ ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ, വലിയ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ പ്രോഗ്രാമുകളാക്കി മുറിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ ചില വേരിയബിൾസിനെ നമ്മൾ എന്താക്കി ഡിക്ലെയർ ചെയ്യേണ്ടി വരും, ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഗ്ലോബൽ വേരിയബിൾസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഗ്ലോബൽ വേരിയബിൾസിനെ എല്ലാ ഫംഗ്ഷനുമാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഗ്ലോബൽ വേരിയബിൾസ് ആർ നോട്ട് secured. So in a multi-function program, കുറേ ഫംഗ്ഷനുള്ള പ്രോഗ്രാം, in a multi-function program, it is very difficult to identify what data is modified by which function. Okay, that is one of the drawback of procedure oriented programming. That is why it is one disadvantage is called no data security. ആ data security എന്തുകൊണ്ട് ഇല്ല എന്ന് പറയുന്നതിന് ഒരു കാരണമാണ് നമ്മൾ പറഞ്ഞത്. മൾട്ടി ഫംഗ്ഷൻ പ്രോഗ്രാമിൽ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ഗ്ലോബൽ വേരിയബിളിനെ എല്ലാ ഫംഗ്ഷനും എന്ത് ചെയ്യേണ്ടി വരും, ആക്സസ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് വലിയ നമുക്ക് കുറേ ഫംഗ്ഷനുള്ള പ്രോഗ്രാമിൽ ഏത് ഫംഗ്ഷൻ ഏത് വേരിയബിളിനെ എപ്പോൾ ആക്സസ് ചെയ്തു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം യു ഹാവ് ടു അവോയ്ഡ് ദ യൂസേജ് ഓഫ് ഗ്ലോബൽ വേരിയബിൾ. മാക്സിമം എന്ത് ചെയ്യണം, ഈ ഗ്ലോബൽ വേരിയബിളിൻ്റെ യൂസേജ് നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. അപ്പോൾ ഇതാണ് വൺ ഓഫ് ദ ഡ്രോബാക്ക്. Another serious drawback is it does not model real world problems. അതായത് procedure oriented programming is not able to model real world problems. That is, in real world we are dealing with the objects. In real world everything is object. Okay, so in the real world we are dealing with objects which have both attributes and behavior. റിയൽ വേൾഡിലെ എല്ലാ സാധനങ്ങളും എന്താണ്, ഒബ്ജക്റ്റുകളാണ്. ആ ഒബ്ജക്റ്റുകൾക്ക് എന്താണുള്ളത്, ആട്രിബ്യൂട്ട്സും ബിഹേവിയറും ഉണ്ടാവും. ആട്രിബ്യൂട്ട്സ് എന്നാൽ എന്താ, പ്രോപ്പർട്ടീസ്.
Attributes means എന്താണ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഒരു കാറിൻ്റെ ആട്രിബ്യൂട്ട്സ്, അപ്പോൾ ഒരു കാറിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, കാറിൻ്റെ ഹോഴ്സ് പവർ, അതുപോലെ തന്നെ കാറിൻ്റെ നമ്പർ ഓഫ് വീൽ, നമ്പർ ഓഫ് ഡോസ്, കളർ, മേക്ക്, ഇതൊക്കെ എന്താണ് കാറിൻ്റെ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആട്രിബ്യൂട്ട്, മനുഷ്യന്മാരുടെ ആട്രിബ്യൂട്ട് എന്താ, നമ്മളുടെ നമ്പർ ഓഫ് ഹാൻഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐസ് അല്ലെങ്കിൽ കളർ ഓഫ് ഹെയർ, ഇതുപോലുള്ള കാര്യങ്ങളാണ് എന്ത് നമ്മുടെ ആട്രിബ്യൂട്ട്സ്. ഇനി ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ, ബിഹേവിയർ മീൻസ് റെസ്പോൺസ് ടു സം സ്റ്റിമുലി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ normally when we apply brake the car comes to stop. Normally when we apply brake the കാറിൻ്റെ നമ്മൾ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാറിൻ്റെ റെസ്പോൺസ് എന്താ, the car comes to stop. So this is എന്താ ബിഹേവിയർ. ഓക്കെ, അതുപോലെ നമുക്കൊക്കെ ബിഹേവിയർ ഉണ്ട്. നമ്മളൊക്കെ എന്താ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഒരു റെസ്പോൺസുകൾ, സന്തോഷം വരും, അങ്ങനെ ഓരോ റെസ്പോൺസുകൾ. അപ്പോൾ എന്താ ഒബ്ജക്റ്റ്, ഇൻ റിയൽ വേൾഡ് എവറിത്തിങ് ഈസ് ഒബ്ജക്റ്റ്. എന്താണ് ഒബ്ജക്ട്സ് വിച്ച് ഹാവ് ബോത്ത് ആട്രിബ്യൂട്ട്സ് ആൻഡ് ബിഹേവിയർ. ഓക്കെ, നൗ അപ്പോൾ ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് നോട്ട് എന്താ മോഡൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് വെരി വെൽ. അപ്പോൾ ഇതാണ് രണ്ട് സീരിയസ് ഡ്രോബാക്ക്. ഇത് ചോദിക്കാറുണ്ട്, കമ്പയർ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സീരിയസ് ഡ്രോബാക്സ് ഡിസ്കസ് ചെയ്തു. ദർ ഈസ് ഏതൊക്കെയാ, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ രണ്ട് സീരിയസ് ഡ്രോബാക്ക്. ഒന്നെന്താണ്, ദർ ഈസ് നോ ഡാറ്റ സെക്യൂരിറ്റി. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്താ, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് നോട്ട് ഏബിൾ ടു മോഡൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് വെരി വെൽ. Okay, that is in real world we are dealing with the objects. Everything is objects which have both attributes and behavior. But in procedure oriented programming we are dealing with data and function. Data and function. Procedure of programming il oru object ennu parayunna oru concept illa. Okay, that is എന്താ ഡാറ്റയും ഫങ്ഷനും ആണ് ഉള്ളത് പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൽ. അപ്പോൾ അത് ഈ രണ്ട് സീരിയസ് ഡ്രോബാക്ക് വന്നപ്പോഴാണ് എന്ത് വരുന്നത്, ഒരു ന്യൂ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദറ്റ് ഈസ് കാൾഡ് ഏതാ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഇനി എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദറ്റ് ഈസ് the fundamental idea of object oriented programming is to combine ചെയ്യുന്നതാണ് കൂട്ടിച്ചേർക്കുക, is to combine both data and function. എന്നാൽ is to combine both data and function into a single unit called object. അപ്പോൾ എന്താ പറഞ്ഞു, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഐഡിയ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, വി ആർ ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, കെട്ടിയിടുക, നമ്മൾ കൂട്ടിച്ചേർക്കുക, ബൈൻഡ് ചെയ്യുക, നമ്മൾ പുസ്തകം ബൈൻഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. ദറ്റ് ഈസ് വി ആർ ബൈൻഡിങ് ബോത്ത് ഡാറ്റ. എന്തിനൊക്കെ ബൈൻഡ് ചെയ്യുന്നത്, ബോത്ത് ഡാറ്റ ആൻഡ് ഫങ്ഷൻ. ഡാറ്റനെയും ആ ഡാറ്റ ഉപയോഗിക്കുന്ന ഫങ്ഷനെയും അല്ലെങ്കിൽ കോഡിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒറ്റ യൂണിറ്റാക്കി നമ്മൾ എന്ത് ചെയ്യണം, ബൈൻഡ് ചെയ്യണം. അതാണ് എന്ത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ദ ഫണ്ടമെൻ്റൽ ഐഡിയ ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ടു കമ്പൈൻ ബോത്ത് ഡാറ്റ ആൻഡ് ഫങ്ഷൻ ഇൻ എ സിംഗിൾ യൂണിറ്റ് കാൾഡ് ഒബ്ജക്റ്റ്. ആ സിംഗിൾ യൂണിറ്റിന് പറയുന്ന പേരാണ് എന്ത്, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഒബ്ജക്റ്റ്. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഈസ് ദ എന്താണ് ഇൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പൈനിങ് ബോത്ത് ഡാറ്റ ആൻഡ് ഫങ്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ദ ബേസിക് റൺ ടൈം എൻറ്റിറ്റി എന്നൊക്കെ പറയും. ഇറ്റ് ഈസ് ദ ബേസിക് റൺ ടൈം എൻറ്റിറ്റി ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റം. നമ്മൾ മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഒബ്ജക്റ്റിനാണ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് ക്ലാസ്. വെരി ഇമ്പോർട്ടൻറ്റ്, ക്ലാസ്. ഇതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസ് തുടങ്ങുകയാണ് നമ്മൾ. ക്ലാസ് എന്താ, ക്ലാസ് എന്ന് പറഞ്ഞാൽ എ ക്ലാസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഐഡിയ ഓഫ് സ്ട്രക്ചർ.
ഏതാ? നമ്മൾ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിരുന്നു. ആ സ്ട്രക്ചറിൽ നിന്നാണ് നമുക്ക് സ്ട്രക്ചറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് എന്ത് വരുന്നത്? ഈ ക്ലാസ് വരുന്നത്. അപ്പോൾ എന്താ? ഈ ക്ലാസ് ഇസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഐഡിയ ഓഫ് സ്ട്രക്ചർ. ഓക്കെ, നൗ ഇറ്റ് ഈസ് എ വേ. ക്ലാസ് ആട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്. It is a way or it is a method. It is a method to bind both the data and function into a single unit. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയ എന്ന് പറയുന്നത് ഈ ഡാറ്റയും ഫംഗ്ഷനും നമ്മൾ എന്ത് ചെയ്യാണ്? കൂട്ടിക്കെട്ടുക. ദാറ്റ് ബൈൻഡിങ് ഈസ് അച്ചീവ്ഡ് ത്രൂ ദിസ് ക്ലാസ്. നമ്മൾ ആ ബൈൻഡിങ് നമ്മൾ ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഈ ക്ലാസ്സിലൂടെയാണ്. അപ്പോൾ എ ക്ലാസ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഐഡിയ ഓഫ് സ്ട്രക്ചർ നമ്മൾ എന്തായിരുന്നു? നമ്മൾ പിന്നെ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസിന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ഹിയർ എന്താ? വി ആർ ഗ്രൂപ്പിംഗ് ബോത്ത് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, നൗ ഇനി എങ്ങനെയാണ് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. ക്ലാസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? എ ക്ലാസ് ഡിക്ലറേഷൻ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടെ. ഇതാണ് നമ്മളെ C++ൻ്റെ ബേസ്. നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെയാണ് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. എ ക്ലാസ് ഡിക്ലറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ കീവേഡ് ക്ലാസ്. ഇതൊരു കീവേഡാണ് ക്ലാസ്. ഇതെല്ലാം ലോവർ കേസ് ലെറ്റേഴ്സ് ആണ്. സ്റ്റാർട്ട്സ് വിത്ത് ദ കീവേഡ് ക്ലാസ് ഫോളോഡ് ബൈ ക്ലാസ് നെയിം. എന്ത് ക്ലാസ് ആണോ, എന്താ ക്ലാസിൻ്റെ പേര്? ഇപ്പോൾ ഇത് സ്റ്റുഡൻ്റ് ആവാം, എംപ്ലോയി ആവാം, നമ്പർ ആവാം, എന്തെങ്കിലുമൊക്കെ ആവാം. That is a class declaration starts with the keyword class followed by class name. Okay, the body of the class declaration is enclosed within braces. That is within opening brace and closing brace. Okay, the body of the class declaration is enclosed within braces followed by semicolon. Okay, the body of the class declaration contains the declaration of variables and functions. The body of the class declaration contains the declaration of variables and functions. Variable declarations, then function declarations. Variable declarations and function declarations. Okay, that is, these variable declarations and function declarations are normally grouped under two sections, namely private. One is private and then public. ഈ പബ്ലിക്കിൽ എന്തുണ്ടാവും? വേരിയബിൾ ഡിക്ലറേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? ഫങ്ഷൻ ഡിക്ലറേഷൻസ് ഉണ്ട്. അപ്പോൾ എന്താ? ദിസ് ഈസ് ദ സിൻടാക്സ് ഫോർ ഡിക്ലെയറിംഗ് എ ക്ലാസ്. എങ്ങനെ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വെച്ച് പിന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ക്ലാസ് ഡിക്ലറേഷനാണ്. അപ്പോൾ എന്താ? എ ക്ലാസ് ഡിക്ലറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ കീവേഡ് class followed by the class name. The body of the class declaration is enclosed within braces followed by semicolon. Okay, the body of the class declaration contains the declaration of variables and functions. Okay, usually they are grouped under two sections, namely private and public. ഒരു സെക്ഷനും കൂടെ ഉണ്ട്, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനും കൂടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ദേ ആർ ഗ്രൂപ്പ്ഡ് അണ്ടർ ടു സെക്ഷൻ, നെയ്മിലി പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ഓക്കെ, ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ മെമ്പേഴ്സ് ആർ പ്രൈവറ്റ് ആൻഡ് വിച്ച് ഓഫ് ദ മെമ്പേഴ്സ് ആർ പബ്ലിക്. അതായത് ഇവിടെ ഏതൊക്കെ വേരിയബിൾസും ഫങ്ഷൻസും ആണോ ഈ പ്രൈവറ്റിൻ്റെ താഴെ ഡിക്ലെയർ ചെയ്തിട്ട് അതൊക്കെ എന്താണ്? ഇതിനെ കളക്റ്റീവ്ലി ദീസ് വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ആർ കാൾഡ് മെമ്പേഴ്സ്. എന്താ പറയാ? മെമ്പേഴ്സ് എന്നാ പറയാം. അതുപോലെ എന്താ? ദ വേരിയബിൾസ് വിച്ച് ആർ ഡിക്ലയർഡ് ഇൻസൈഡ് ദ ക്ലാസ് ആർ കാൾഡ് എന്താ? ഡാറ്റ മെമ്പേഴ്സ്. എന്താ പറയാ? ഡാറ്റ മെമ്പേഴ്സ്.
അതുപോലെ the functions which are declared inside the class are called member functions. Member functions. Okay. അപ്പോൾ എന്താ പറഞ്ഞാൽ ക്ലാസിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനെ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറയും. അതുപോലെ ക്ലാസിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന ഫങ്ഷൻസിനെ മെമ്പർ ഫങ്ഷൻസ് എന്ന് പറയും. ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് മൊത്തം നമ്മൾ എന്ത് പറയും? മെമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ. ഇനി ഇത് നമ്മൾ പറഞ്ഞു രണ്ട് സെക്ഷനിലാണ് നമ്മൾ ഇത് എഴുതുക എന്ന് പറഞ്ഞു. ഏതൊക്കെ? പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ഇതും കീവേഡാണ്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ദീസ് കീവേഡ്സ് ദീസ് ആർ കാൾഡ് വിസിബിലിറ്റി ലേബിൾസ്. എന്താ പറയുക? വിസിബിലിറ്റി ലേബിൾസ് ഓർ ആക്സസ് ലേബിൾസ്. ഇത് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ റൈറ്റ് എനി വൺ വിസിബിലിറ്റി അല്ലെങ്കിൽ എനി ടു വിസിബിലിറ്റി ലേബിൾസ് യൂസ് ഇൻ C++ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വിസിബിലിറ്റി ലേബിൾസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. ദീസ് ആർ ദ കീവേഡ്സ് and these are the access labels. These are called access labels. They are followed by a colon. They are followed by ഇത് കേട്ടിട്ട് കുത്തുണ്ട്, not semicolon, colon. Okay. അപ്പോൾ എന്താ? The variables which are declared inside the class are called data members. അതുപോലെ the functions which are declared inside the class are called member functions. And if they are declared under private section, then it is called എന്താ? This is private data member. പ്രൈവറ്റിൻ്റെ താഴെയുള്ള വേരിയബിൾസിന് എന്താ പറയുക? പ്രൈവറ്റ് ഡാറ്റ മെമ്പർ. അതുപോലെ പ്രൈവറ്റിൻ്റെ താഴെയുള്ള മെമ്പർ ഫംഗ്ഷൻ എന്താ പറയുക? പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻ. അതുപോലെ പബ്ലിക്കിൻ്റെ താഴെ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിനെ പറയുന്ന പേര് എന്താണ്? പബ്ലിക് ഡാറ്റ മെമ്പർ. അതുപോലെ പബ്ലിക്കിൻ്റെ താഴെ ഡിക്ലെയർ ചെയ്ത വേരിയബിളിനെ പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇതിൽ പ്രൈവറ്റിൻ്റെ താഴെ ഡിക്ലെയർ പ്രൈവറ്റ് ആയിരിക്കും, പബ്ലിക്കിൻ്റെ താഴെ ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? പബ്ലിക്കും ആയിരിക്കും. അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പിന്നെ പറയാം. ഓക്കെ. നമ്മളിനി വരുന്നുണ്ട്, നമ്മൾ നെക്സ്റ്റ് ഇനി അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അത് പിന്നെ പറയാം. ഓക്കെ. അപ്പോൾ ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ മെമ്പേഴ്സ് ആർ പ്രൈവറ്റ് ആൻഡ് വിച്ച് ഓഫ് ദ മെമ്പേഴ്സ് ആർ പബ്ലിക്. അപ്പോൾ ക്ലാസ് ഡിക്ലറേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഡിക്ലറേഷൻ എന്തൊക്കെയാണ്? ക്ലാസ് ഡിക്ലറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ കീവേഡ് ക്ലാസ് ഫോളോഡ് ബൈ ക്ലാസ് നെയിം and the body of the class declaration is enclosed within braces followed by a semicolon, and the body of the class declaration contains the declarations of variables and functions. Okay. They are usually grouped under two sections, namely private and public, to denote which of the members are private and which of the members are public. The variables which are declared under private section is called private data members. The member functions which are declared under private sections private member function. അതുപോലെ എന്താ? The variables which are declared under the public section are called public data members. അതുപോലെ these functions are called എന്താണ്? Public member function. These are the syntax of declaring a class. ഇനി ഇപ്പോൾ നമ്മൾ ക്ലാസ് ഡിക്ലറേഷൻ പറഞ്ഞു, എങ്ങനെയാണ് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഒരു ക്ലാസ് വെച്ച് നമ്മളൊരു ചെറിയ പ്രോഗ്രാം, വളരെ ചെറിയ ഒരു പ്രോഗ്രാം എഴുതുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഏറ്റവും ആദ്യം എഴുതുന്ന ഒരു പ്രോഗ്രാം, എപ്പോഴും പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം എഴുതുന്ന പ്രോഗ്രാം എന്താ? സം ഓഫ് ടു നമ്പേഴ്സ്. ഹലോ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സം ഓഫ് ടു നമ്പേഴ്സ് എഴുതും. എങ്ങനെ സം ഓഫ് ടു നമ്പേഴ്സ്? നമ്മൾ സാധാരണ ക്ലാസ് ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെ എഴുതും? നമുക്കറിയാം എങ്ങനെ. ABC മെയിനൊക്കെ ഉണ്ടാവും. ഇൻഡ് ABC ഡിക്ലെയർ ചെയ്യും. പിന്നെന്താ? C in അല്ലേ? C in A, പിന്നെന്താ? B, C equal to A plus B, പിന്നെന്താ? സം C out C, അല്ലെങ്കിൽ C out സം C out C. ഇതാണ് ഏത് മെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഡ് മെയിൻ ഹാഷ് ഇൻക്ലൂഡൊക്കെ ഉണ്ട്. റിട്ടേൺ 0 ഹാഷ് ഇൻക്ലൂഡൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഒരു ഇത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇതിൽ ക്ലാസ് ഒന്നുമില്ല. ഓക്കെ. ഇതിൽ ക്ലാസ് ഒന്നുമില്ല. C++ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ നമുക്ക് എന്ത് എഴുതാം? പ്രോഗ്രാം എഴുതാം. ഓക്കെ. നോ പ്രോബ്ലം. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ അത് എന്താണ് നമ്മൾ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് ഇയറിലാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മളെന്താ സം ഓഫ് ടു നമ്പേഴ്സ് കാണാനുള്ള പ്രോഗ്രാം. ഇതിനി നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് വെച്ച് എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇതേ സാധനം നമ്മൾ ക്ലാസ് പറഞ്ഞിരുന്നു. ഓക്കെ. ഫസ്റ്റ് എന്താ? ഹാഷ് ഇൻക്ലൂഡ് ബോർഡ് ഹാഷ് ഇൻക്ലൂഡ് iostream.h. ഇതെല്ലാവർക്കും അറിയണ്ടാവും. പിന്നെന്താ? യൂസിങ്
namespace standard. Okay. Using namespace standard. Okay. നമ്മൾ മെയിൻ എഴുതണം. മെയിൻ നമുക്ക് ലാസ്റ്റ് എഴുതാം. മെയിൻ എഴുതുന്ന മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ഡിക്ലെയർ. മെയിൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി എന്താ, ക്ലാസ്. ഫസ്റ്റ് വി ആർ ഡിഫൈനിങ് ദ ക്ലാസ്. ഓക്കെ, എങ്ങനെ ക്ലാസ് ഡിക്ലെയർ ചെയ്യുക? ക്ലാസ് നമ്മൾ പറഞ്ഞു, ക്ലാസ് ഡിക്ലറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ കീവേഡ് ക്ലാസ് ഫോളോഡ് ബൈ ദ ക്ലാസ് നെയിം. ഫോർ എക്സാമ്പിൾ സം എന്നാണ് വിചാരിച്ചത്. സപ്പോസ് ദ ക്ലാസ് നെയിം ഈസ് സം. ഓക്കെ, നൗ പിന്നെ നമ്മൾ പറഞ്ഞു ദ ബോഡി ഓഫ് ദ ക്ലാസ് ഡിക്ലറേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബ്രേസ്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് സെക്ഷൻസ് ഉണ്ടാവും. ഏതൊക്കെയാ? ഒരു സെക്ഷൻ എന്താണ്, പ്രൈവറ്റ് എന്നുണ്ടാവും. പിന്നെന്താ, ഒരു സെക്ഷൻ പബ്ലിക് എന്നുണ്ടാവും. ഓക്കെ, ഈ പ്രൈവറ്റിൽ നമ്മൾ പ്രൈവറ്റ് സെക്ഷനിലാണ് നമ്മൾ എല്ലാ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിക്ലെയർ ചെയ്യാനുള്ള വേരിയബിൾസ് എന്തൊക്കെയാണ്? 3 വേരിയബിൾസാണ് നമ്മളുള്ളത്. ഏതൊക്കെയാ? ഇൻറ്റ് എന്താ, എ ബി സി, 3 വേരിയബിൾസ്. വേരിയബിൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഈ വേരിയബിൾസ് ഒക്കെ എന്താണ്? ദീസ് ആർ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ്. ഈ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത ക്ലാസിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ആണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താ? ഡാറ്റ മെമ്പേഴ്സ് എന്നാണ്. അത് എവിടെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള? പ്രൈവറ്റിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരെന്താ? പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് എന്താ? പബ്ലിക്. കഴിഞ്ഞ് വിസിബിലിറ്റി ലേബൽ പബ്ലിക്. ഇതെല്ലാം ലോവർ കേസ് ലെറ്റേഴ്സ് ആണ് കേട്ടോ. ക്ലാസ്, പ്രൈവറ്റ്, പബ്ലിക് ഇതെല്ലാം എന്താണ്? ലോവർ കേസ് ലെറ്റേഴ്സ് ആണ്. പബ്ലിക്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? എ ബി റീഡ് ചെയ്യണം. റീഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫംഗ്ഷനായിട്ട് എഴുതണം. എന്താ ഫംഗ്ഷൻ? ഫോർ എക്സാമ്പിൾ void. void എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഈസ് നോട്ട് റിട്ടേണിങ് എനി വാല്യൂ. void എന്താ? റീഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സി ഇൻ എ ബി. അടുത്ത ഫംഗ്ഷൻ എന്താ? സം കാണാനുള്ള. എന്താ? void എന്താ? സം ഡാറ്റ. void സം ഡാറ്റയിൽ എന്താ? സി ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി അടുത്ത എന്താ? void എന്താ? പ്രിന്റ് ഡാറ്റ. പ്രിന്റ് ഡാറ്റയിൽ എന്താ? സി ഔട്ട് എന്താ? സം ഈക്വൽ ടു സി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ക്ലാസ് ഡിക്ലറേഷൻ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആ ക്ലാസ് ഡിക്ലറേഷൻ്റെ സിൻടാക്സ് പറഞ്ഞപ്പോൾ വേരിയബിൾ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു. ഇവിടെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ തന്നെ ഇറ്റ്സ് റീപ്ലേസ്ഡ് ബൈ ഫംഗ്ഷൻ ഡെഫിനിഷൻ. നമുക്ക് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ 2 തരത്തിൽ എഴുതാം. അതായത് ഒന്ന് ക്ലാസിൻ്റെ ഉള്ളിലും എഴുതാം, മറ്റേത് എന്താണ്? ക്ലാസിൻ്റെ പുറത്തും എഴുതാം. എ മെമ്പർ ഫംഗ്ഷൻ എന്താണ്? എ മെമ്പർ ഫംഗ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് എന്താ? ബോത്ത് ഇൻസൈഡ് ദ ക്ലാസ് ആൻഡ് ഔട്ട്സൈഡ് ദ ക്ലാസ്. ഓക്കെ, നോർമലി ചെറിയ ഫംഗ്ഷൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യുക? ചെറിയ ഫംഗ്ഷനുകളാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുക. വലിയ ഫംഗ്ഷനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിൻ്റെ പുറത്താണ് ഡിഫൈൻ ചെയ്യുക. ഇനി ക്ലാസിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പറയാം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത മെത്തേഡ് കൂടെ നമ്മൾ പറയാം. 2 മെത്തേഡും പറയാം. അപ്പോൾ മെത്തേഡ് എന്താണ്? ഒന്ന് ഈ മെമ്പർ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്താണ്? ക്ലാസിൻ്റെ ഉള്ളിലും ഡിഫൈൻ ചെയ്യുക, ക്ലാസിൻ്റെ പുറത്തും ഡിഫൈൻ ചെയ്യുക. ഈ മോഡൽ ഇത് ഏതാണ്? ക്ലാസിൻ്റെ ഉള്ളിലാകൊണ്ടാണ് ഈ ക്ലാസ് ഡിക്ലറേഷൻ ഇങ്ങനെ നീണ്ടുപോകും. നമ്മൾ മെമ്പർ ഫംഗ്ഷൻ ഡെഫിനിഷനും ക്ലാസിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ ആ ക്ലാസ് ഡിക്ലറേഷൻ തന്നെ നീണ്ടുപോകും. ഓക്കെ, ഇനി ഇങ്ങനെ ഇഫ് ദ മെമ്പർ ഫംഗ്ഷൻസ് ആർ ഡിഫൈൻ ഇൻസൈഡ് ദ ക്ലാസ്, അങ്ങനത്തെ ഫംഗ്ഷൻസ് ഇൻലൈൻ ഫംഗ്ഷൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ? വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ റീഡ് ചെയ്തു, സമ്മ് കണ്ടു, സമ്മ് പ്രിൻ്റ് ചെയ്തു. ഈ 3 കാര്യം 3 ഫംഗ്ഷൻ ആക്കി എഴുതി. റീഡ് ചെയ്യാനൊരു ഫംഗ്ഷൻ, സമ്മ് കാണാനൊരു ഫംഗ്ഷൻ, പ്രിൻ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ. ഇനി ഇതൊക്കെ മാറ്റി ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഒറ്റ ഫംഗ്ഷൻ ആക്കിയിട്ടും എഴുതാം, എങ്ങനെയാണെങ്കിലും എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെയാണ്? അവിടെ ക്ലാസിൻ്റെ പേര് എന്താണ്? ക്ലാസിൻ്റെ പേര് സം എന്നുള്ളതാണ്. ഈ ക്ലാസ്സിലുള്ള ഡാറ്റ മെമ്പേഴ്സ് ഏതൊക്കെയാ? എ ബി സി. ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഇൻറ്റിജർ. ഇതിൻ്റെ വിസിബിലിറ്റി എന്താ? വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് സെക്ഷനിലാണെന്നുള്ളത്. ഇതിൻ്റെ വിസിബിലിറ്റി എന്താ? പ്രൈവറ്റ്.
ഓക്കെ. അതുപോലെ ഈ ക്ലാസ്സിലുള്ള മെമ്പർ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? റീഡ് ഡാറ്റ, സം ഡാറ്റ, പ്രിന്റ് ഡാറ്റ. 3 മെമ്പർ ഫങ്ഷൻ. ഈ 3 മെമ്പർ ഫങ്ഷൻ്റെ വിസിബിലിറ്റി എന്താണ്? പബ്ലിക്കാണ്. അപ്പോൾ ഇതിൽ എന്താ 3 പ്രൈവറ്റ് ഡാറ്റ മെമ്പറും ഉണ്ട്, 3 പബ്ലിക് മെമ്പർ ഫങ്ഷനും ഉണ്ട്. അപ്പം ഈ വേരിയബിൾ നമ്മൾ ഇവിടെയാണ് ഡിക്ലെയർ ചെയ്തതെന്ന് വെച്ചാൽ എന്തായി? ഇതെന്തായി? പബ്ലിക്കായി. ABC ഇവിടെ പബ്ലിക്കിൻ്റെ താഴെ ഡിക്ലെയർ വെച്ചാൽ പിന്നെ ഇതെന്തായി? പബ്ലിക്കായി. അതുപോലെ നമ്മൾ ഒന്നും കൊടുത്തില്ല വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഇതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൈവറ്റ് എന്ന് കൊടുത്തില്ല വിചാരിച്ചോ. പ്രൈവറ്റ് എന്ന് കൊടുത്തിട്ടില്ലെങ്കിലും ബൈ ഡീഫോൾട്ടായിട്ട് വിസിബിലിറ്റി എന്താണ്? പ്രൈവറ്റ് ആണ്. ബൈ ഡീഫോൾട്ടായിട്ട് എന്താണ്? വിസിബിലിറ്റി എന്താണ്? പ്രൈവറ്റ് ആണ്. പബ്ലിക്കിന്ന് ഇപ്പം ഈ പബ്ലിക്കും കൊടുത്തിട്ടില്ലെങ്കിലോ? ഈ പബ്ലിക്കും കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായി? എല്ലാം എന്തായി? പ്രൈവറ്റായി. എല്ലാ മെമ്പേഴ്സ് എന്തായി? പ്രൈവറ്റായി. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെയല്ല കൊടുക്കുന്നത്. ഡാറ്റ മെമ്പേഴ്സിനെ മാത്രം എന്താക്കാണ്? പ്രൈവറ്റ് ആക്കുകയാണ്. മെമ്പർ ഫങ്ഷൻസിന് മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? പബ്ലിക് ആക്കുകയാണ്. ഇപ്പോഴും നമ്മൾ പ്രൈവറ്റായിട്ട് പ്രൈവറ്റ് മെമ്പേഴ്സും പബ്ലിക് മെമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം എഴുതിയത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പ്രോഗ്രാം ഇൻറ്റ് മെയിൻ എഴുതി. ഇൻറ്റ് മെയിൻ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തപ്പോൾ എന്താ? സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഡിക്ലെയർ ദ വേരിയബിൾ. യു ഹാവ് ടു ഡിക്ലെയർ ദ വേരിയബിൾ. അപ്പോൾ ഇപ്പോൾ എന്താ? ഫോർ എക്സാമ്പിൾ സം എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ. ഹിയർ എക്സ് ഈസ് എൻ ഒബ്ജക്റ്റ്. ഈ എക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയും. ഇത് എന്തിൻ്റെ ഒബ്ജക്റ്റാ? സം എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ്. സോ സം ഈസ് എന്താണ്? എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അതിനുള്ള വേരിയബിൾ ആണ് എന്ത്? എക്സ്. ഓക്കെ. ഇനി എന്താ പറയുന്നത്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ AB റീഡ് ചെയ്യണം. AB റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഏതാ? റീഡ് ഡാറ്റ. അപ്പോൾ എങ്ങനെ ആക്സസ് ചെയ്യുക? എക്സ് ഡോട്ട് റീഡ് ഡാറ്റ. അപ്പോൾ എന്ത് ചെയ്യും? കൺട്രോൾ നേരെ ഇവിടെ വരും. ഇവിടെ AB റീഡ് ചെയ്യും. ഇനി C = A+B സമ്മ് കാണണം. അപ്പോൾ എന്താ? എക്സ് ഡോട്ട് അതിലുള്ള ഫംഗ്ഷൻ എന്താ? എക്സ് ഡോട്ട് സം ഡാറ്റ. ഇനി അടുത്ത് പ്രിന്റ് ചെയ്യണം. അപ്പോൾ എന്താ? എക്സ് ഡോട്ട് പ്രിന്റ് ഡാറ്റ. റിട്ടേൺ 0. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എക്സ് ഡോട്ട് റീഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു റീഡ് ചെയ്തു. എക്സ് ഡോട്ട് സം ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു സമ്മ് കണ്ടു. എക്സ് ഡോട്ട് പ്രിന്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തു? സം = C എന്നാണ് ഇവിടെ സം പ്രിന്റ് ചെയ്തു. ഇവിടെ AB റീഡ് ചെയ്തു. 10, 20 2 വാല്യൂസ് കൊടുത്തു. സം ഡാറ്റ വിളിക്കുമ്പോൾ ഈ 10ഉം 20 ആഡ് ചെയ്തു. എത്ര? AC 30. പ്രിന്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ സം എത്ര? 30 പ്രിന്റ് ചെയ്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കാം. ഇനി ഇവിടെ എന്താ വെച്ചാൽ ഇനിയാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ എക്സ് ഡോട്ട് വെച്ച് ആക്സസ് ചെയ്തു. എക്സ് ഡോട്ട് റീഡ് ഡാറ്റ, എക്സ് ഡോട്ട് സം ഡാറ്റ, എക്സ് ഡോട്ട് പ്രിന്റ് ഡാറ്റ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയത് എന്തുകൊണ്ടാച്ചാൽ ഈ റീഡ് ഡാറ്റയും സം ഡാറ്റയും പ്രിന്റ് ഡാറ്റൻ്റെ ഒക്കെ വിസിബിലിറ്റി എന്തായതുകൊണ്ടാണ്? പബ്ലിക് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ എന്താ? only the public members can be accessed using the object directly by using the dot operator. ഈ ഒബ്ജക്റ്റ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാവുന്നത് ഈ പബ്ലിക് മെമ്പേഴ്സിനെ ക്ലാസിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന മെമ്പേഴ്സിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒബ്ജക്റ്റ് വെച്ച് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് ആക്സസ് ചെയ്യാൻ പറ്റൂല? ദാറ്റ് ഈസ് the private members are not accessible. The private members are not accessible using the object directly. Private members ഇവിടെ ഏതാ? ABC. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അപ്പോൾ ഇവിടെ x.A = 100, x.B = 200 എന്ന് എഴുതാൻ പറ്റൂല. കാരണം എന്താ? ഇവിടെ എയും ബിയും സിയൊക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? പ്രൈവറ്റ് ആണ്. അപ്പോൾ പ്രൈവറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വിസിബിലിറ്റി പ്രൈവറ്റ് ആണ്. അപ്പോൾ പ്രൈവറ്റ് മെമ്പേഴ്സ് കനോട്ട് ബി ആക്സസിബിൾ യൂസിങ് ദ ഒബ്ജക്റ്റ് ഡയറക്റ്റ്ലി. അപ്പോൾ
ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സും പബ്ലിക് മെമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. എന്താ പ്രൈവറ്റ് മെമ്പേഴ്സും പബ്ലിക് മെമ്പേഴ്സും തമ്മിലുള്ള വ്യത്യാസം? all the public members can be accessed using the object directly. പബ്ലിക്കിൻ്റെ താഴെ ഡിക്ലെയർ ചെയ്ത എല്ലാ മെമ്പേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത മെമ്പേഴ്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ x.a x.b ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ പറ്റൂല. കാരണം അതിൻ്റെ വിസിബിലിറ്റി ഇവിടെ പ്രൈവറ്റ്. ഇനി ഇത് പബ്ലിക്കാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇത് പബ്ലിക് എന്ന് എഴുതി, അല്ലെങ്കിൽ ഈ പബ്ലിക്കിൻ്റെ താഴെ ഇത് ഇവിടെയാണ് വന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? x.aയും x.b ഒക്കെ എഴുതാം. ക്ലിയർ അല്ലേ? ഇപ്പം ഇത് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലോ എല്ലാം എന്താണ്? പ്രൈവറ്റാണ്. അപ്പോൾ ഈ x.readAറ്റും x.sumData x.printData ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല? ആക്സസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ദാറ്റ് ഈസ് എന്താ? ദ പ്രൈവറ്റ് only the member function can access the private data. പ്രൈവറ്റ് മെമ്പേഴ്സിന് പ്രൈവറ്റ് ഡാറ്റ ആണെങ്കിലും പ്രൈവറ്റ് മെമ്പർ ഫംഗ്ഷൻ ആണെങ്കിലും ഒക്കെ എന്താണ്? ഈ മെമ്പർ ഫംഗ്ഷനിൽ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്ജക്റ്റ് വെച്ച് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? ആക്സസ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് കൺസെപ്റ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്തിയത്? എന്താ ഇതെന്താ? ഇത് പ്രൈവറ്റ് ആണ്, ഇതെന്താണ്? പബ്ലിക്. ഇപ്പം ഈ മെമ്പർ ഫംഗ്ഷന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് ഡാറ്റനെ ആക്സസ് ചെയ്യാം. ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റൂല? പ്രൈവറ്റ് ഡാറ്റനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റൂല. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? only the public members can be accessed using the object directly. The private members can be accessed only through the member function. It cannot be accessed using the object directly. Okay, ഇനി നമ്മൾ ഇതാണ് ഒരു മോഡൽ എന്ന് പറഞ്ഞു. ഇവിടെ എന്താ? ഹിയർ ദ ഫംഗ്ഷൻ ഇസ് ഡിക്ലയർഡ് ഇൻസൈഡ് ദ ക്ലാസ് ഡിക്ലറേഷൻ. അതായത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇസ് റീപ്ലേസ്ഡ് ബൈ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതിൽ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതിൻ്റെ കോഡ് ഫംഗ്ഷനോടൊപ്പം ഫംഗ്ഷൻ്റെ കോഡ് എഴുതുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ ഡെഫിനിഷൻ തന്നെ ആയി മാറി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ് കൂടെ നമ്മൾ പറയാം. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞിരുന്നു ആ മെമ്പർ ഫംഗ്ഷൻ, അതായത് മെമ്പർ ഫംഗ്ഷൻ എഴുതുന്നത് ക്ലാസിൻ്റെ പുറത്തും എഴുതാം, ക്ലാസിൻ്റെ ഉള്ളിലും എഴുതാമെന്ന് പറഞ്ഞു. ക്ലാസിൻ്റെ ഉള്ളിൽ എഴുതിയ മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ക്ലാസിൻ്റെ പുറത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? how the member function can be defined outside the class declaration. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ? ക്ലാസ് ഒക്കെ സെയിമിനെ ക്ലാസ് ഡിക്ലറേഷൻ, പിന്നെ ക്ലാസിൻ്റെ പേര് സമ്മ്, പ്രൈവറ്റ് ഇൻഡ് ABC പബ്ലിക്. ഇനി എന്താ? void എന്താ? റീഡ് ഡാറ്റ. ഇതാണ് ഒരു ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ ഏതൊക്കെയാണെന്നുള്ളത് മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. void എന്താ? സം ഡാറ്റ. നമ്മൾ പറഞ്ഞത് സം ഡാറ്റ. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ പേര് എഴുതുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ പേര് ഒറ്റ വാക്കായിരിക്കണം. ഷുഡ് ബി എ സിംഗിൾ വേർഡ്. പൊട്ടിക്കാൻ പറ്റില്ല, സ്പേസ് ഇടരുത്, അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഓക്കെ, ദെൻ void എന്താ? പ്രിന്റ് ഡാറ്റ. ഇപ്പം ക്ലാസ് ഡിക്ലറേഷൻ ഇവിടെ കഴിഞ്ഞു. സാധാരണഗതിയിൽ നമ്മൾ C++ വെച്ച് പ്രോഗ്രാം എഴുതുമ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ. കാരണം എന്താ വെച്ചാൽ ക്ലാസ് ഡിക്ലറേഷൻ കണ്ടാൽ തന്നെ അതിൽ ഏതൊക്കെ ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, ഏതൊക്കെ മെമ്പർ ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. മറ്റേത് എന്താ? ഇപ്പം നമ്മൾ ഇതിൽ തന്നെ പ്രോഗ്രാം എഴുതുമ്പോൾ ഈ ക്ലാസ് ഡിക്ലറേഷൻ എന്ത് ചെയ്യണമെന്ന് വീണ്ടും പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? ഹിയർ ദ നെയിം ഓഫ് ദ ക്ലാസ് ഈസ് സം and which contains three data members ABC of type integer with visibility private, and then it contains three public member functions, read data, sum data and print data. Three public member functions. Okay, ini ഇത് എങ്ങനെയാണ്? ഇനിയിപ്പോൾ നമ്മൾ എന്താ? റീഡ് ഡാറ്റ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? AB റീഡ് ചെയ്യാനാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതെവിടെ ഡിഫൈൻ ചെയ്യുന്നത്? ക്ലാസിൻ്റെ പുറത്താണ്.
നേരത്തെ എന്തായിരുന്നു, ഇതന്നെ ഇത് മാറി ഇവിടെ തന്നെ നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ സെമി കോളൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇതന്നെ മാറി ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഓപ്പണിംഗ് ബ്രേസ് ഇട്ട് സീനി എ ബി എന്ന് എഴുതി. നിങ്ങൾ ലാസ്റ്റ് പ്രോഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണേ, ഇനി നമ്മൾ മെമ്പർ ഫംഗ്ഷൻ പുറത്ത് ഡിഫൈൻ ചെയ്യണം. എങ്ങനെ? ഫസ്റ്റ് ഈസ് റിട്ടേൺ ടൈപ്പ്. എന്താ റിട്ടേൺ ടൈപ്പ്? വോയിഡ്. ദെൻ എന്താ, പുറത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ when we are defining the member function outside of the class declaration, you have to specify the class name. ഇതിന്റെ ക്ലാസിന്റെ പേരെന്താ? സം. വോയിഡ് എന്താ? സം. ദെൻ ഒരു 4 കുത്ത്, that is called എന്താണ്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. പുതിയ സാധനം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ദെൻ ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷന്റെ നെയിം എന്താ? റീഡ് ഡാറ്റ. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? സീൻ എ ബി റീഡ് ചെയ്തു. ദിസ് ഈസ് കോൾഡ് ഫുൾ മെമ്പർഷിപ്പ് ഐഡന്റിറ്റി ലേബൽ. ഫംഗ്ഷൻ്റെ ദിസ് ഈസ് ഫംഗ്ഷൻ ഹെഡർ, ദിസ് ഈസ് ഫംഗ്ഷൻ ബോഡി. ഓക്കെ, ഈ ഫുൾ ഫംഗ്ഷൻ ഹെഡറിൽ എന്താണ്? റിട്ടേൺ ടൈപ്പ്, ദെൻ എന്താ? ക്ലാസ് നെയിം എന്താ? സം. ദെൻ എന്താ? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ദിസ് ഈസ് കോൾഡ്, ഈ 4 കുത്ത്, ദിസ് ഈസ് കോൾഡ് എന്താണ്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ഇത് ചിലപ്പോൾ ചോദിക്കും, what is the use of സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ചോദിക്കാറുണ്ട്. ഈ 4 കുത്തിന് പറയുന്ന പേരാണ് എന്താണ്? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. എന്താ പറയുക? സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഒരു മെമ്പർ ഫംഗ്ഷൻ ക്ലാസിൻ്റെ പുറത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ദിസ് ഈസ് റിട്ടേൺ ടൈപ്പ്, ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഇസ് നോട്ട് റിട്ടേണിങ് എനി വാല്യൂ, ദാറ്റ് ഇസ് വൈ വോയിഡ്. ദെൻ ക്ലാസ് നെയിം, ഹിയർ ദ ക്ലാസ് നെയിം ഈസ് എന്താണ്? സം. ഇതേ പേര് തന്നെയാണ് ഇവിടെ, സം. ദെൻ ഒരു 4 കുത്ത്, ദാറ്റ് ഈസ് കോൾഡ് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ദെൻ എന്താ? റീഡ് ഡാറ്റ ഈസ് ദിസ് ഫംഗ്ഷൻ, റീഡ് ഡാറ്റ. സീൻ എ ബി. ഇനി അടുത്ത ഫംഗ്ഷൻ അപ്പം എങ്ങനെ എഴുതും? അടുത്ത ഫംഗ്ഷൻ എഴുതും, സം ഡാറ്റ എങ്ങനെ എഴുതും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വോയിഡ് എന്താ? സം സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ദെൻ എന്താ? സം ഡാറ്റ. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? സം കണ്ടു, സി ഈക്വൽ ടു എ പ്ലസ് ബി. അടുത്ത എന്താ? അടുത്ത റിസൾട്ട് പ്രിന്റ് ചെയ്യാം. എങ്ങനെ? വോയിഡ് സം. ദെൻ എന്താ? പ്രിന്റ് ഡാറ്റ. ഇതിലെന്താ? സി ഔട്ട് സി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എന്താ? ഇനി ഇത് കഴിഞ്ഞാൽ ഇൻഡ് മെയിൻ തുടങ്ങും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ മെയിന് നമുക്ക് ഇവിടെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മെയിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഈ മെയിൻ ഇവിടെ എഴുതിയാൽ എന്താ? ഈ ക്ലാസ് എന്താ? ലോക്കൽ ക്ലാസ് ആവുന്നുള്ളൂ. ക്ലാസ് എന്താവും? ലോക്കൽ ക്ലാസ് ആവും. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ C++ പ്രോഗ്രാം എഴുതുമ്പോൾ ക്ലാസ് ഡിക്ലറേഷനും മെമ്പർ ഫംഗ്ഷൻ ഡെഫിനേഷനൊക്കെ എന്ത് ചെയ്യും? മെയിനിൻ്റെ പുറത്ത് എഴുതും. ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും? മെയിനിൻ്റെ ഉള്ളിൽ എഴുതും. ഓക്കെ, ഇനി ഇവിടെ എന്താ? സം എക്സ്. ദെൻ എന്താ? എക്സ് ഡോട്ട് എന്താണ്? മറ്റേ കോളിംഗ് ഒക്കെ സെയിം, റീഡ് ഡാറ്റ. പിന്നെന്താ? എക്സ് ഡോട്ട് സം ഡാറ്റ. അടുത്തെന്താ? എക്സ് ഡോട്ട് പ്രിന്റ് ഡാറ്റ. ഇവിടെ ഈ വിസിബിലിറ്റിൻ്റെ കൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ. പബ്ലിക് ആണെങ്കിൽ ഒബ്ജക്റ്റ് വെച്ച് ആക്സസ് ചെയ്യുക. ഇനി ഇത് ഇല്ല, പ്രൈവറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പബ്ലിക് എന്നുള്ള ഈ കീവേഡ് പോയാൽ മതി, പ്രോഗ്രാം മൊത്തം മാറി. ഈ പബ്ലിക് എന്നുള്ള കീവേഡ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ എക്സ് ഡോട്ട് റീഡ് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല, എക്സ് ഡോട്ട് സം ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല, എക്സ് ഡോട്ട് പ്രിന്റ് ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ എന്തായി? ഇപ്പോൾ ഈ എ ബി സിനെ പുറത്തുള്ള ഒരു ഫംഗ്ഷനൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് എ ബി സി എന്ന് പറയുന്ന ഈ ഡാറ്റനെയും റീഡ് ഡാറ്റ, സം ഡാറ്റ, പ്രിന്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഫംഗ്ഷനെയൊക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ബൈൻഡ് ചെയ്ത് എന്തെന്ന് പറയുന്നു? സം എന്ന് പറയുന്ന ക്ലാസ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ബൈൻഡ് ചെയ്തു. അതിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് എന്ത്? ഈ എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? ഇനി ഇതിൽ പറയാനുള്ളത് ഓക്കെ, ദാറ്റ്സ് ഓൾ.
ഇനി മെമ്മറി അലോക്കേഷൻ ആണ്. മെമ്മറി അലോക്കേഷൻ ഫോർ ഒബ്ജക്റ്റ് ആണ്. അതായത് എന്താ മെമ്മറി അലോക്കേഷൻ ഫോർ എന്താ ഡാറ്റ മെമ്പേഴ്സിന് അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. സം എക്സും വൈയും രണ്ട് ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചു. അപ്പോൾ എക്സിൻ്റെ എ ബി സിയും വൈൻ്റെ എ ബി സിയും എന്തായിരിക്കും? വെവ്വേറെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. പക്ഷേ എന്താ ഈ മെമ്പർ ഫങ്ഷനുള്ള മെമ്മറി എന്താണ്? കോമൺ ആണ് യൂസ് ചെയ്യുന്നത്. മെമ്മറി അലോക്കേഷൻ ഫോർ ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് എന്താ ദ മെമ്മറി അലോക്കേഷൻ ഫോർ ഡാറ്റ മെമ്പേഴ്സ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ദ മെമ്മറി അലോക്കേഷൻ ഫോർ മെമ്പർ ഫങ്ഷൻ ഈസ് കോമൺ ഫോർ the all object. ഓക്കെ, അത്രയാണ് പിന്നെ ഒരു ക്ലാസ് ഡിക്ലറേഷൻ്റെ ക്ലാസ് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം എഴുതാനുള്ള ഒരു ബേസിക് ഐഡിയ.